അതിൽ 79-ാമത്തെ ആയത്ത് വരെയാണ് നമ്മളിതുവരെ പഠിച്ചത്. 78 ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 79, അതേപോലെ തന്നെ 80, 81, 82 ഈ ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മസ് സഫീനതു ഫകാനത് ലിമസാകീന يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. ഇതിൻ്റെ ആശയങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 3 സംഭവങ്ങളാണ് മൂസാ നബി അലൈഹിസ്സലാം ഖിദറുമായി ചേർന്ന യാത്രയിൽ നമ്മൾ കാണുന്നത്. 3 സംഭവങ്ങളാണ്. ആ 3 സംഭവങ്ങളുടെയും ആശയം എന്താണെന്ന് പറഞ്ഞു തരാം എന്നറിയിച്ചുകൊണ്ടാണ് യാത്ര അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം ഖിദർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയണത്. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മുക്തസബായിട്ടുള്ള അവൻ്റെ അന്വേഷണങ്ങളിലൂടെ, അവൻ്റെ ഗവേഷണങ്ങളിലൂടെ, കാഴ്ചകളിലൂടെ, കേൾവികളിലൂടെ, വായനകളിലൂടെയൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന അറിവുണ്ട് മനുഷ്യൻ. അതേപോലെ തന്നെ ലദുന്നിയായ അറിവുണ്ട്. ലദുന്നിയായ അറിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് നേടിയെടുക്കാൻ പറ്റാത്ത, അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രം അറിയുന്ന വിജ്ഞാനം. ഈ ഭൗതികമായ ലോകത്തുനിന്ന് നമുക്ക് ഭൗതിക സാഹചര്യങ്ങളിൽ ലഭിക്കാത്ത വിജ്ഞാനമാണ്. ചില ആളുകൾ ലാഹിറായ ഇൽമു എന്നും ബാത്തിനായ ഇൽമു എന്നും ബാഹ്യ വിജ്ഞാനമെന്നും ആന്തരിക വിജ്ഞാനമെന്നും പറയും. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ചെറിയൊരു ബിസിനസ് നടത്തി, ആ ബിസിനസ് നമുക്ക് ലാഭകരമായി. അപ്പോൾ അവിടെ നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ചുള്ള അനുഭവം, ആ ബിസിനസ്സിനെ കുറിച്ചുള്ള പരിചയം, അത് ലാഭകരമാണെന്നുള്ള അറിവ്, ആ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? അത് കുറച്ച് വിശാലമായി ചെയ്യാൻ തീരുമാനിച്ചു. കാരണം വിജയം അത്രയും ഉറപ്പ് നമുക്ക് പരിചയമുണ്ട് എന്നുള്ളത് കൊണ്ടും നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അതിൽ കിട്ടാവുന്ന പണമൊക്കെ മുടക്കി നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ എന്നുള്ളതൊക്കെ അവരെയൊക്കെ നമ്മൾ ചേർത്ത് പരമാവധി കോടികളുടെ ഒരു ബിസിനസ്സാക്കി അതിനെ വളർത്താൻ തീരുമാനിച്ചു. പക്ഷെ അതെല്ലാം ക്ലിയറായി അത് ലോഞ്ച് ചെയ്യാൻ, അതങ്ങനെ പ്രവർത്തിക്കാൻ സമയത്ത് എന്ത് ചെയ്തു? കോവിഡ് വന്നു. ആ കച്ചവടം പൂർണ്ണ പരാജയമായി. ആ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇവിടെ നമ്മളുടെ ഒരു മുക്തസബായ, നമ്മുടെ ഒരു അനുഭവജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിജയിക്കുമെന്നാണ് ഉറപ്പ്. ആ അടിത്തറയിലാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. പക്ഷേ എന്ത് ചെയ്തു? നമുക്ക് ഭാവി വിജ്ഞാനം നമ്മുടെ കയ്യിലില്ല.
ഇങ്ങനൊരു രോഗം വരുമെന്നോ ഇങ്ങനൊരു പ്രശ്നം വരുമെന്നോ എന്നൊന്നും നമ്മൾ ആലോചിക്കുന്നേ ഇല്ലല്ലോ. അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളൊരു വിജ്ഞാനമാണ്. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം, എന്ത്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിച്ചാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേ ഞാൻ ഇത്തരം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് നമ്മുടെ അറിവിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ നമുക്ക് ഉറപ്പിച്ചാവില്ല. സാധ്യത പറയാൻ പറ്റും. അപ്പോൾ മനുഷ്യൻ പല കാര്യങ്ങളും കെട്ടിയുണ്ടാക്കുന്നത് തന്നെ അവൻ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു അള്ളാഹുവിൻ്റെ ഒരു അറിവുണ്ട്. ആ അറിവനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ ഇത്തരം ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നിലൊരു പ്രവർത്തനം, ആ അറിവ് നമുക്കറിയില്ല, പക്ഷെ ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു പ്രവർത്തനത്തെ വിലയിരുത്തുമ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ പല ആളുകൾക്കും കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ വിഷമമുള്ളതും പല ആളുകളും ദുർവ്യാഖ്യാനിച്ചതുമായൊരു കാര്യമാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഒരു പാവം ചെറിയൊരു കുട്ടീനെ എന്ത് ചെയ്ത് കൊലപ്പെടുത്തി. അപ്പോൾ ഇന്നും ആ ഒരു ഈ ഖുർആനിക ആയത്ത് വായിക്കുമ്പോൾ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകളുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അറിവിൻ്റെ പ്രകാരം ചെയ്തൊരു കാര്യമാണ്. ആ കുട്ടിക്കൊരു മരണം അത് അള്ളാഹു ചെയ്യുകയാണെങ്കിലോ ആ കുട്ടിക്കൊരു അപകടമായിട്ടോ ഒരു ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മുങ്ങി മരിച്ചിട്ടോ ഒരു മരണം സംഭവിക്കും. അപ്പോൾ ആർക്കും നമുക്കൊരു പരാതി ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. പക്ഷെ അത് അള്ളാഹു നൽകുന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ചെയ്യുമ്പോൾ നമുക്കത് വിഷമകരമായി തോന്നും, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായി തോന്നും. ഇതാണ് മനുഷ്യൻ്റെ പരിമിതി. ഇതാണ് മനുഷ്യൻ്റെ പരിമിതി. ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം അത് സംഭവിച്ച് കാണുമ്പോൾ നമ്മളും തിരിച്ചു പറയും. അത് ഭാവിയിൽ സംഭവിച്ച് കാണുമ്പോൾ നമ്മളും തിരിച്ചു പറയും. ഇപ്പോൾ നമ്മളൊരാളെ ലൈസൻസ് എടുക്കാൻ പറഞ്ഞു, അയാൾ വണ്ടി ഒന്ന് ഓടിക്കേണ്ട വിചാരിച്ച് ജീവിക്കുന്ന ആളാണ്. നമ്മൾ അയാളെ ലൈസൻസിൻ്റെ ഉപകാരങ്ങളും വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ മെച്ചങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങി 2-ാമത്തെ ദിവസം അയാൾ ആക്സിഡൻ്റായി മരിച്ചു. നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികം ചിന്തിക്കും, ആ മരണം അനുഭവം വരുമ്പോൾ നമ്മൾ പറയും അയാൾ ലൈസൻസ് എടുക്കേണ്ടിയിരുന്നില്ല, അങ്ങനെയല്ല നമ്മൾ പറയാം. അപ്പോൾ അനുഭവം വരുമ്പോൾ നമ്മൾ തന്നെ കാര്യങ്ങൾ മാറ്റി പറയും. ഇതാണ് നമ്മുടെ മനുഷ്യൻ്റെ പരിമിതി എന്നുള്ളതാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഓരോന്ന് വായിച്ച് നോക്കാം. ഒന്നാമത് കപ്പൽ കേട്. കപ്പലിൻ്റെ ഒരു പലക പറിച്ചെടുത്ത് കേട് വരുത്തി. എന്നാൽ ആ കപ്പൽ അത് കടലിൽ ജോലി ചെയ്തു വരുന്ന ചില സാധുക്കളുടേതായിരുന്നു. ഇപ്പോൾ കടലിൽ ജോലി ചെയ്യാം, അത് അനുവദനീയമായൊരു കാര്യമാണ്. കരയിൽ ജോലി ചെയ്യുന്ന പോലെ തന്നെയുള്ളൊരു ഏർപ്പാടാണ് എന്നൊക്കെ നമുക്കതിന്ന് മനസ്സിലാവും. ഏതായിരുന്നാലും അങ്ങനെയാണ്. ഫഅറത്തു അൻ അഈബഹ വകാന വറാഅഹും മലിക്. അങ്ങനെ ഞാൻ അതിനു കേടുവരുത്തണമെന്ന് ഉദ്ദേശിച്ചു. അഈബഹ, അതിന് അയിബുണ്ടാക്കണം, അതിനെ കേടുവരുത്തണം ഞാൻ ഉദ്ദേശിച്ചു. വകാന വറാഅഹും മലിക്. എന്തുണ്ട്? അവരുടെ പിലകിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. യഖുദു കുല്ല സഫീനത്തിൻ. എല്ലാ കപ്പലുകളും, അതായത് എല്ലാ നല്ല കപ്പലുകളും അയാൾ പിടിച്ചെടുക്കും. ഖസ്ബ് എന്ന് പറഞ്ഞാൽ കൊള്ളയടിച്ച് പിടിച്ചെടുക്കുക. അപ്പോൾ നിർബന്ധപൂർവ്വം പിടിച്ചെടുക്കും. അപ്പോൾ കപ്പൽ കേടുണ്ടെങ്കിലോ പിടിച്ചെടുക്കില്ല. അപ്പോൾ ആ കപ്പൽ കേട് വരുത്തിയത് അവർക്ക് ഗുണകരമായി. പക്ഷെ നമ്മുടെ മുന്നിൽ അങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു രാജാവിനെ കുറിച്ചും പിടിച്ചെടുക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലോ തീർച്ചയായും ഒരു അന്യായമാണ് പ്രവർത്തിച്ചത് എന്ന് പറയും. ഇനി അടുത്ത ആയത്ത് നോക്കൂ. എന്നാൽ ആ കുട്ടി, ആ ബാലൻ എന്താണ്, അവൻ്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. ഫഹഷീന അൻ യുർഹിക്കഹുമാ തുഗ്യാനം വകുഫറ. ഫഹഷീന, അങ്ങനെ നാം ഭയപ്പെട്ടു, അൻ യുർഹിക്കഹുമാ, അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന്, അവർ രണ്ടുപേരെയും അവൻ ബുദ്ധിമുട്ടിക്കുമെന്നതിനെ നമ്മൾ ഭയപ്പെട്ടു. എന്തുകൊണ്ട്? തുഗ്യാനൻ വകുഫറൻ, അതിക്രമം കൊണ്ടും അവിശ്വാസത്തിനും. അതിക്രമത്തിനും അവിശ്വാസം എന്നാൽ അവനെന്ത് ചെയ്യും? അവരെ
അവിശ്വാസത്തിലേക്കും അതേപോലെ തന്നെ അള്ളാഹുവിനോട് അതിക്രമം പ്രവർത്തിക്കുന്നതിലേക്കും എന്തു ചെയ്യും? അവൻ പ്രേരിപ്പിക്കും. അപ്പോൾ ഒരു പുത്രവാത്സല്യം കൊണ്ടോ അല്ലെങ്കിൽ മകൻ്റെ ചെറുത്ത നിർബന്ധിതാവസ്ഥ കൊണ്ടോ അവരൊരു പക്ഷേ അവിശ്വാസം സ്വീകരിക്കേണ്ടി വന്നിരിക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും വലിയ വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യാനും ഒരു അവിശ്വാസിയായി തീരുക എന്നതിലേറെ വലിയൊരു ദുരന്തം ഒരിക്കലും ആർക്ക് വരാനില്ല. അതിനേക്കാളും വലിയൊരു ദുരന്തം ഒരിക്കലും ഒരു വിശ്വാസിയായ മനുഷ്യന് വരാനില്ല. അപ്പോൾ ആ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാനാണ് അള്ളാഹു ആ കുട്ടിയെ കൊലപ്പെടുത്തിയത്. അവിടെ പ്രത്യേകമായി ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഞാൻ എൻ്റെ ഒരു തീരുമാനപ്രകാരം ചെയ്യല്ല, ഇതൊക്കെ അള്ളാഹു നിർദ്ദേശിച്ചത് പ്രകാരം മാത്രം ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല ഈ കുട്ടി നഷ്ടപ്പെടുന്നതോടുകൂടെ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാത്തൻ വഅഖറബ റഹ്മാ. ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അവർക്ക് പകരമായി നൽകാൻ നാം ഉദ്ദേശിക്കുന്നു. റബ്ബുഹുമ, അവരുടെ രണ്ടുപേരുടെയും റബ്ബ്, ഖൈറൻ മിൻഹു, അവനേക്കാളും ഉത്തമമായ ഒരാളെ, സക്കാത്തൻ, പരിശുദ്ധതയാൽ അവനേക്കാളും നല്ലൊരാളെ ആ മാതാപിതാക്കൾക്ക് പകരമായി നൽകണം. വ അഖറബ റഹ്മ, അതേപോലെ തന്നെ കരുണയിൽ കൂടുതൽ അടുപ്പമുള്ളവനായിരിക്കും. ഈ മാതാപിതാക്കളോട് ഏറ്റവും സ്നേഹം കാണിക്കുന്ന അതേപോലെ തന്നെ ഏറ്റവും നല്ലവനായ ഒരു കുട്ടിയെ അവൻ നൽകണമെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പോൾ വലിയൊരു ഗുണം ഈ മാതാപിതാക്കൾക്ക് വരുന്നതിന് വേണ്ടിയാണ് ആ കുട്ടിയെ അവർക്ക് നഷ്ടപ്പെടുത്തിയത്. ഇനി അടുത്ത് നോക്കൂ. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, എന്നാൽ ആ മതിലോ ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന, ആ പട്ടണത്തിലെ അനാഥരായ 2 ബാലന്മാരുടേതായിരുന്നു. വകാന തഹ്തഹു കൻസുൽ ലഹുമ, എന്തായിരുന്നു? അതിൻ്റെ താഴെ, ആ മതിലിന് താഴെ അവർക്ക് 2 പേർക്കുമുള്ള ഒരു നിക്ഷേപമുണ്ട്. വകാന അബൂഹുമാ സ്വാലിഹൻ, അവിടെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. ഫഅറാദ റബ്ബുക, അപ്പോൾ നിൻ്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചു, അൻ യബ്ലുഗ അശുദ്ധഹുമ, അവർ 2 പേരും അവിടെ പൂർണ്ണ വളർച്ച പ്രാപിക്കുകയും പ്രായപൂർത്തി എത്തുകയും വയസ്തഖരിജ കൻസഹുമ, അവരുടെ നിക്ഷേപം അവർ പുറത്തെടുക്കുകയും വേണമെന്ന് നിൻ്റെ റബ്ബ് ഉദ്ദേശിക്കുന്നു. വമാ ഫഅൽതുഹു അൻ അംരി, അത് ഞാൻ എൻ്റെ ഒരു പക്കൽ നിന്നുള്ളൊരു കാര്യമായിട്ട് ചെയ്തതല്ല എന്നാണ്, എൻ്റെ ഒരു കാര്യമായിട്ട് ചെയ്തതല്ല. ദാലിക തഅ്വീലു മാലം തസ്തി അലൈഹി സുബ്ര, ഇതൊക്കെയാണ് നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ വിശദീകരണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ 3 സംഭവങ്ങളുടെയും വിശദീകരണം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ എന്ത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കറിയാത്തൊരു വശത്തെ നമ്മൾ കാണണം. അത് കാണുമ്പോൾ അതെന്താണ്? നമുക്ക് ആർക്കും പറയാൻ പറ്റൂല ഇതിൽ ഞാൻ പൂർണ്ണമായ അറിവുള്ളവനാണ്, നമുക്ക് പറയാൻ പറ്റും? നമുക്കൊരിക്കലും പറയാൻ പറ്റൂല ഇതിൽ ഞാൻ പൂർണ്ണമായ അറിവുള്ളവനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇപ്പോഴത്തെ അറിവും കണക്കും അനുസരിച്ചുകൊണ്ട് നമ്മളൊരു ദോഷവും കാണില്ല. പക്ഷേ ഭാവി നമുക്കറിയില്ല. അതുകൊണ്ട് ആ ഭാവിയുടെ വശം പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പൂർണ്ണമായും ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മളെന്ത് വേണം? അവിടെ നമ്മുടെ അറിവിനെക്കുറിച്ചുള്ള ഒരു അപൂർണത നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ വിനയാന്വിതരാകും. നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കും, പരമാവധി ആ കാര്യത്തിന് വേണ്ടിയുള്ള സൂക്ഷ്മത പുലർത്തും, പരമാവധി അന്വേഷണങ്ങൾ നടത്തും, അതിൽ കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കും. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ മുക്തസബായ നാം നേടിയെടുക്കുന്ന അറിവിനപ്പുറത്തേക്ക് ഒരു നിയന്ത്രണം, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണിത്. നമ്മുടെ അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധമാണ്. രണ്ടാമത്തെ വശം, നമുക്കറിയാം ഈ കാര്യം വ്യക്തമായ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു നഹ്കുമു ബില്ലവാഹിർ വല്ലാഹു യതവല്ല സറായിർ, നമ്മൾ ബാഹ്യങ്ങൾ അനുസരിച്ച് വിധിക്കുന്നു, അള്ളാഹുവാണ് അതിൻ്റെ രഹസ്യങ്ങളെ ഏറ്റെടുക്കുന്നവൻ എന്നാണ്. അപ്പോൾ നമുക്കുള്ളിലുള്ളത് അറിയില്ല,
എന്താ സംഭവിക്കുക നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കണം ചില ആളുകൾ പെൺകുട്ടി ജനിച്ചാൽ അത് ദോഷമായിട്ട് കാണും, ചില ആളുകൾ ആൺകുട്ടി ജനിച്ചാൽ ദോഷമായി കാണും. ഏത് കുട്ടി എങ്ങനെ ഭാവിയിൽ ഉപകരിക്കും നമുക്കറിയില്ല. ചില കുട്ടികൾ ജനിച്ച ഉടനെ മരിക്കും. അത് നമുക്ക് ഗുണത്തിനാണോ, നമുക്ക് ഏറ്റവും ദോഷകരമായൊരവസ്ഥ ഉണ്ടാക്കുന്നൊരു കുട്ടിയെയാണോ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയത് എന്ന് നമുക്കറിയില്ല എന്നാണ്. പിന്നെ ഇതിൽ വലിയൊരു തത്വമുണ്ട്. വലിയ ഷെറുകൾ തടുക്കാൻ വേണ്ടി ചെറുത് സഹിക്കുക എന്നുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ, അങ്ങനെയല്ലോ. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് വരാവുന്ന വലിയൊരു അവിശ്വാസത്തിൻ്റെ ദുരന്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരു കുട്ടി നഷ്ടപ്പെടുന്നത് തൽക്കാലം അവർ സഹിക്കുക എന്നുള്ളത്, അല്ലേ? ഒരു കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ കപ്പലിന് ചെറിയൊരു കേട് വന്നത് സഹിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ആ നിലക്ക് ഏറ്റവും വലിയൊരു ഉപദ്രവത്തെ തടുക്കാൻ വേണ്ടി ചെറിയൊരു ദോഷത്തെ തടുക്കുക എന്നുള്ള വലിയൊരു തത്വം ഇതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാം അള്ളാഹുവിൻ്റെ അറിവ് അനുസരിച്ച് തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ന്യായവും നീതിയുമാണ് നമുക്കറിയാം. പക്ഷെ നമുക്കത് ക്ഷമിച്ച് അതിൻ്റെ ഒരു ഫലം വരുന്നത് വരെ കാത്തിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ദോഷകരമായ കാര്യം വന്നാലും, നേരത്തെ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞായിട്ട്, അതായത് നമുക്ക് പ്രതികൂലമായ കാര്യങ്ങളിലായിരിക്കണം നമുക്ക് അനുകൂലമായതിനേക്കാളും നന്മ എന്നാണ്. നമുക്കൊരു 10 ലക്ഷം കിട്ടുന്നതിനേക്കാളും നന്മ ചിലപ്പോൾ 1-2 ലക്ഷം കടം വരുമ്പോൾ അതിലായിരിക്കും നമുക്ക് നന്മ. നമുക്കറിയില്ലല്ലോ ഏതിലാണ് നന്മ എന്നുള്ളത്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഈ ഒരു അറിവ് നമ്മുടെ സമത്വത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യത്തിലും അവധാനത കാണിക്കുക, കാത്തിരിക്കുക. അപ്പോൾ പല കാര്യങ്ങളും ടെൻഷൻ, ഈ ടെൻഷൻ എന്താണ്, ഒരു പ്രശ്നം വരുമ്പോഴേക്കും അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുക. നമ്മളൊന്ന് കാത്തിരിക്കുക, എന്താണതാകാൻ പോകുന്നത് നോക്കുക. അപ്പോഴാണല്ലോ നമുക്ക് സമാധാനം കിട്ടുക. അപ്പോൾ അമ്രുബിത്ത അന്നി ഒത്തസബുത്ത്, സാവകാശം കാണിക്കുക. നമ്മുടെ അവസ്ഥകൾ ഉറച്ചു നിൽക്കുക. അതുമുൽ മുബാദറ ഹുക്കുമേലഷേ, ഒരു കാര്യത്തിന് മേലിൽ പെട്ടെന്ന് ചാടിയെടുത്തൊരു തീരുമാനം എടുക്കാതിരിക്കുക. എന്തായിരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം, ലക്ഷ്യമെന്ന് അറിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വാലിഹായ ആളുകളെ അള്ളാഹു സംരക്ഷിക്കും. അപ്പോൾ നല്ല മനുഷ്യൻ, അവരുടെ രണ്ടുപേരും വാപ്പ നല്ലവനായതുകൊണ്ടാണ് ആ നിധി അവർക്ക് വേണ്ടി സംരക്ഷിക്കപ്പെട്ടത്. നല്ലവരെപ്പോഴും അവരെ കൊണ്ട് പല ഗുണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സേവനം ചെയ്യുമ്പോൾ നല്ലവർക്ക് ചെയ്യും. നമ്മളൊരാൾക്ക് ജോലി സ്വീകരിക്കുമ്പോൾ നല്ലൊരു മനുഷ്യൻ്റെ കീഴിൽ ജോലി സ്വീകരിക്കാൻ വേണ്ടി, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നല്ലൊരാളെടുത്ത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും എന്തായാലും നല്ല ആളുകൾക്ക് മുഖേന അള്ളാഹു എന്ത് ചെയ്യും, നമുക്ക് നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് കാരണമായിത്തീരും. അവിടെ വാപ്പ നല്ലൊരാളായതുകൊണ്ട് അതിൻ്റെ ഗുണം ആ കുട്ടികൾക്ക് കിട്ടി എന്നുള്ളതാണ് വേണ്ടത്. അതേപോലെ നല്ലവർക്ക് സേവനം ചെയ്യുക എന്നുള്ളതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. നല്ല ആളുകൾക്ക് സേവനം ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതും നല്ലൊരു കാര്യമാണ്, നമുക്കിത് മനസ്സിലാവും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാകെ തളർത്തുന്ന ഒരേ ഒരു കാര്യം നമുക്ക് പ്രതികൂലമായ കാര്യങ്ങളാണ്. ആ പ്രതികൂലമായ കാര്യങ്ങൾ നമ്മുടെ അറിവനുസരിച്ച് പ്രതികൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അറിവനുസരിച്ച് എന്താണെന്ന് നമുക്ക് പറയാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ ക്ഷമിച്ച് സാവകാശത്തിൽ കാത്തിരിക്കുക. അള്ളാഹുവിന് ഒരു നല്ല ഫലമുണ്ടാക്കി തരുമെന്ന ശുഭപ്രതീക്ഷയോടെ കാത്തു നിൽക്കുക. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ പഠനവും കാര്യങ്ങളും യഥാർത്ഥ ഒരറിവായി സ്വീകരിക്കുമാറാവട്ടെ.